ഈശോലേറ്റ സ്നേഹം നിറഞ്ഞവരെ, അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 128 സങ്കീർത്തനം. അതിമനോഹരമായ ഒരു സങ്കീർത്തനമാണ് 128 സങ്കീർത്തനം. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. യഥാർത്ഥ ഭാഗ്യവാനെക്കുറിച്ച് ബൈബിൾ പറഞ്ഞു തരുന്നു. കർത്താവിനെ ഭയപ്പെടുകയും, വെറുതെ ഭയം എന്നല്ല, അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ കൈവരും. കർത്താവിന്റെ വഴികളിലൂടെ നടന്നാലുള്ള ഗുണമെന്താണ്? നിറഞ്ഞ സന്തോഷം, നന്മ, അതുപോലെ തന്നെ നമ്മുടെ അധ്വാനങ്ങൾ എല്ലാം അനുഗ്രഹമായി മാറുന്ന വലിയൊരവസ്ഥ. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. ജീവിത പങ്കാളി അനുഗ്രഹമായി തീരുന്ന അവസ്ഥ. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. കർത്താവിന്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാണ്. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിന്റെ ഐശ്വര്യം കാണും. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ സങ്കീർത്തന ഭാഗം 228 സങ്കീർത്തനം ദമ്പതികൾ എല്ലാ ദിവസവും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത് എത്രയോ അനുഗ്രഹപ്രദമാണ്. കർത്താവിന്റെ വഴികളിലൂടെ നടക്കുന്നവർക്ക്, ദൈവഭക്തർക്ക് സ്വർഗം പ്രഖ്യാപിച്ചിരിക്കുന്ന നന്മകളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ആയുസ്സും ആരോഗ്യവും എല്ലാം നിരന്തരം പ്രഖ്യാപിച്ച് ഈ പരിശുദ്ധമായ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ സ്വന്തമാക്കാൻ പറ്റിയാൽ നമ്മുടെ ദാമ്പത്യ ജീവിതങ്ങൾ എത്രയോ അനുഗ്രഹമായി മാറും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്രമാത്രം സന്തോഷമുണ്ടാകും. നമ്മുടെ കുടുംബങ്ങളിൽ എത്രയോ ആനന്ദവും, അതുവഴി നമ്മളെ കാണുന്നവർ കേൾക്കുന്നവരെല്ലാം കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഇടയാക്കും. നമുക്ക് അവകാശത്തോടെ 128 സങ്കീർത്തനം നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കാം. സാധിക്കുന്നവർ പങ്കാളിയുമൊത്ത് ഒന്നിച്ച് ഈ പരിശുദ്ധമായ വചനങ്ങൾ എല്ലാ ദിവസവും വായിക്കുക, ധ്യാനിക്കുക, പ്രഖ്യാപിക്കുക, സ്വന്തമാക്കുക. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അഞ്ചപ്പം നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. അഞ്ചപ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ.